രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. തിരുവനന്തപുരത്തായിരിക്കും പ്രഖ്യാപനം. സുപ്രീം കോടതി അഭിഭാഷകനായ ഹാരിസ് ബീരാനെയാണ് ലീഗ് പരിഗണിക്കുന്നത്. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഹാരിസ് ബീരാൻ ഈ കാലങ്ങളായി ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ്. സുപ്രീം കോടതിയെ അടക്കം സമീപിച്ചിട്ടുള്ള വിഷയങ്ങൾ, അതിപ്പോൾ പൗരത്വം പോലെയുള്ള വിഷയങ്ങളിലൊക്കെ ലീഗിൻ്റെ അഭിഭാഷകൻ എന്ന നിലയിൽ മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഡൽഹിയിൽ തന്നെ സെറ്റിൽ ചെയ്തിട്ടുള്ള ഹാരിസ് ബീരാൻ രാജ്യസഭാംഗമായാൽ അത് കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങൾക്ക് ലീഗിന് കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉള്ളത്. ഇന്ന് തന്നെ ഇത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ? അഭിലാഷ്, തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം തന്നെ ലീഗ് നേതൃയോഗം ചേരും. അതിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, EP ബഷീർ, അതേപോലെ PV അബ്ദുൽ വഹാബ് തുടങ്ങിയ എല്ലാ പ്രമുഖ നേതാക്കളും ആ യോഗത്തിൽ പങ്കെടുക്കും. നേരത്തെ തന്നെ ഈ രാജ്യസഭാ സീറ്റിൻ്റെ ഒരു ആവശ്യം യൂത്ത് ലീഗ് നേതൃത്വത്തിന് മുമ്പിൽ ഉന്നയിച്ചിരുന്നു. കാരണം പലവട്ടം യൂത്ത് ലീഗിനെ ഈ മത്സരങ്ങളിൽ സീറ്റ് നൽകാവുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ രാജ്യസഭാ സീറ്റ് യുവാക്കൾക്ക് അല്ലെങ്കിൽ യൂത്ത് ലീഗ് നൽകണമെന്ന ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ സജീവ പരിഗണനയിൽ യൂത്ത് ലീഗ് നേതാക്കൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഹാരിസ് ബീരാൻ്റെ പേര് സജീവ ചർച്ചയ്ക്ക് വന്നതോടെ അതിന് കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന ഒരു സാഹചര്യം. അതിന് ലീഗ് നേതാക്കൾ പറയുന്ന വിശദീകരണം, ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ നടത്തുന്ന നിയമ പോരാട്ടങ്ങൾക്ക് അതിന് ഏറ്റവും വലിയ ശക്തി പകരുന്നത് ഹാരിസ് ബീരാൻ്റെ ഒരു സാന്നിധ്യമാണ് എന്നുള്ളതാണ്. ലീഗ് നിർത്തുന്ന വിശദീകരണമാണ്. അപ്പോൾ അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുന്നു. നിയമപരമായ കാര്യങ്ങളിൽ ലീഗിന് ഒരുപാട് കൈത്താങ്ങാകുന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് പരിഗണിക്കുന്നതിന് ഒരു കാരണമായി എന്ന് വേണം കരുതാൻ. ഒപ്പം തന്നെ അദ്ദേഹത്തോട് താല്പര്യമുള്ള പലരുടെയും സമ്മർദ്ദവും ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ യൂത്ത് ലീഗിൻ്റെ ഭാഗത്തു നിന്നും നിരാശയുണ്ട്. പക്ഷേ അതൊരു പരസ്യ പ്രതിഷേധമായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പാർട്ടിയെ സമ്മർദ്ദത്തിൽ വെക്കുന്ന തരത്തിലേക്കൊന്നും പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ പുതുമുഖമായിരിക്കും അത്, പക്ഷേ ഈ യുവാവായിരിക്കുമോ എന്നൊന്നും പറയാൻ സാധിക്കില്ല എന്ന് നേരത്തെ തന്നെ നേതൃത്വം അറിയിച്ചതാണ്. യൂത്ത് ലീഗിന് കൃത്യമായ പരിഗണന ലഭിക്കുന്നില്ല എന്നൊരു വിമർശനം. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വളരെ മുതിർന്ന നേതാക്കൾ, ഇതിനു മുമ്പ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ള നേതാക്കൾ, അവർക്ക് തന്നെയാണ് സീറ്റ് നൽകാറ്. പിന്നീട് ലഭിക്കുന്ന അവസരം എന്നത് ഇത്തരത്തിൽ ഒക്കെയാണ്. അവിടെയും തങ്ങളെ തഴയുന്നു എന്നൊരാക്ഷേപം യൂത്ത് ലീഗിനുണ്ടോ? അത് പക്ഷേ ഹാരിസ് ബീരാനെ പോലെയുള്ള ഒരാൾ, ഡൽഹിയിൽ ഏതെങ്കിലും ഒരു നോമിനി രാജ്യസഭാ അംഗമായിട്ട് കാര്യമില്ല. വിഷയങ്ങളെക്കുറിച്ച് ജ്ഞാനമുണ്ടാകണം, ചർച്ചകളിലടക്കം പങ്കെടുക്കണം, വളരെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ തീരുമാനമെടുക്കാൻ ശേഷിയുണ്ടാകണം. അതൊക്കെ പ്രധാനപ്പെട്ടതാണല്ലോ. യൂത്ത് ലീഗിനെ സംബന്ധിച്ച് വലിയ നിരാശ തന്നെയാണ് ഈ ഒരു നടപടി നൽകുന്നത്. കാരണം അവർ നൽകുന്ന വിശദീകരണം അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യം, താഴെ തട്ട് മുതൽ മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന നേതാക്കളെ പരിഗണിക്കണം എന്നുള്ളതാണ്. ആ കോടതിയിൽ കേസ് വാദിക്കുന്നത് സ്വാഭാവികമായിട്ടും അത് നിയമപരമായൊരു കാര്യമാണ്. പക്ഷേ ഉത്തരേന്ത്യയിൽ ഈ നിയമ പോരാട്ടങ്ങൾക്ക് പുറമെ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളും അത്തരത്തിലുള്ള പ്രശ്നങ്ങളും വരുമ്പോൾ അതിൽ മുന്നിട്ടിറങ്ങുകയും ആ മേഖലകളിലൊക്കെ നേരിട്ട് സന്ദർശനം നടത്തുകയും യൂത്ത് ലീഗിൻ്റെ സാന്നിധ്യവും അതേപോലെ തന്നെ നിരവധി വിഷയങ്ങളിൽ ആളുകൾക്ക് ആശ്വാസമാവുന്ന നടപടികൾ സ്വീകരിച്ചതാണ് യൂത്ത് ലീഗ് നേതാക്കൾ. പ്രത്യേകിച്ച് ഫൈസൽ ബാബുവും അതേപോലെ PK ഫിറോസിനെ പോലെയുള്ള, ഫൈസൽ ബാബു ഡൽഹി കേന്ദ്രീകരിച്ച് തന്നെയാണ്, ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനമുള്ളത്. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തന പരിചയവും പാരമ്പര്യവുമുള്ള, രാഷ്ട്രീയമായിട്ട് താഴെ തട്ടുമുതൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളെ വേണം പരിഗണിക്കണമെന്നാണ് യൂത്ത് ലീഗിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നേതൃത്വം അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. യൂത്ത് ലീഗിന് പരാതിയും പരിഭവമൊക്കെ ഉണ്ടെങ്കിൽ പോലും മറ്റ് പാർട്ടികളെപ്പോലെ അതൊരു പരസ്യ പ്രതിഷേധത്തിൽ എത്തിച്ച് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലേക്ക് ഇവിടെ കാര്യങ്ങൾ പോവില്ല. അവരുടെ ആവലാതി അല്ലെങ്കിൽ ഒരു സങ്കടം നേതൃത്വത്തെ അറിയിക്കും. നേതൃത്വം എല്ലാ തവണയും കൊടുക്കുന്ന പോലെ തന്നെ ഉറപ്പാകുമോ ഇനി കൊടുക്കുക എന്നാണ് അറിയേണ്ടത്. കാരണം ഓരോ തവണ യൂത്ത് ലീഗ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സീറ്റ് കൂടുതൽ ആവശ്യപ്പെട്ട് സമീപിക്കും, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സീറ്റ് ചോദിച്ച് സമീപിക്കും. അപ്പോഴൊക്കെ പരിഗണിക്കാം ഉറപ്പ് മാത്രമാണ് നേതൃത്വം കൊടുക്കുന്നത്. ആ ഒരു രീതിക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത്. എന്തുതന്നെയാണെങ്കിലും രാജ്യസഭ ഈ ഒരു സീറ്റിൻ്റെ കാര്യത്തിൽ യൂത്ത് ലീഗിനെ സംബന്ധിച്ച് വലിയ നിരാശ തന്നെയാണ് ഉണ്ടാവുക. PK ഫിറോസോ ഫൈസൽ ബാബു ആയിരിക്കും ആ ഒരു സ്ഥാനത്തേക്ക് വരിക എന്ന പ്രതീക്ഷയിലായിരുന്നു അവരെല്ലാം തന്നെ ഉണ്ടായിരുന്നത്.